ഇനി നോക്കാം മറ്റു ചില പ്രധാന ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം നിരക്ക് കുറഞ്ഞാൽ ഇനി യാത്രക്കാർക്ക് പണം തിരികെ ലഭിക്കും. പ്രമുഖ ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമായ ഈസ് മൈ ട്രിപ്പാണ് റീസേവ് എന്ന പുതിയ സവിശേഷത അവതരിപ്പിച്ചിരിക്കുന്നത്. ടിക്കറ്റ് എടുത്ത ശേഷം വിമാന കമ്പനികൾ വരുത്തുന്ന നിരക്ക് കുറവിന്റെ ആനുകൂല്യം പൂർണ്ണമായും ഉപഭോക്താവിന് റീഫണ്ടായി നൽകുന്നതാണ് ഈ പദ്ധതി. ഡിമാൻഡിനനുസരിച്ച് വിമാന നിരക്കുകൾ ഇടയ്ക്കിടെ മാറുന്ന ഡൈനാമിക് പ്രൈസിംഗ് രീതി കാരണം പലപ്പോഴും ടിക്കറ്റ് എടുത്ത ശേഷവും നിരക്ക് താഴാറുണ്ട്. മുൻപ് യാത്രക്കാർ തന്നെ ഇത്തരം നിരക്ക് മാറ്റങ്ങൾ സ്വയം പരിശോധിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് പുതിയ സാങ്കേതിക വിദ്യ വഴി സിസ്റ്റം തന്നെ നിരക്കുകൾ നിരീക്ഷിച്ച് ലാഭത്തുക ഉപഭോക്താവിന് ലഭ്യമാക്കും. യാതൊരു അധിക ചെലവുമില്ലാതെ സൗജന്യമായി ലഭിക്കുന്ന ഈ ഫീച്ചർ പ്രവാസി മലയാളികൾ ഉൾപ്പെടെ മുൻകൂട്ടി വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാകും. പുകയില, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണത്തിന് കർശനമായ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ച് കുവൈറ്റ്. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അബാദി പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രകാരം സിഗരറ്റ്, ഇ സിഗരറ്റ്, നിക്കോട്ടിൻ പൗച്ചുകൾ തുടങ്ങിയവ വാങ്ങാനുള്ള കുറഞ്ഞ പ്രായപരിധി 21 വയസ്സായി ഉയർത്തി. വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ, ഡെലിവറി ആപ്പുകൾ വഴിയുള്ള ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ വിൽപ്പനയും വിതരണവും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള വിൽപ്പനയ്ക്ക് സിവിൽ ID ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ പ്രായം ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ്. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പുകവലിക്കുന്നതിനും ഇ സിഗരറ്റ് ഉപയോഗിക്കുന്നതിനും ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾക്കും പൂർണ്ണ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്പക്കാരിലെ പുകയില ഉപയോഗം തടയുന്നതിനായി കൊണ്ടുവന്ന ഈ പുതിയ നിയമങ്ങൾ 2027 ജനുവരി 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഗതാഗത പിഴ കുടിശ്ശിക വരുത്തിയ വാഹനങ്ങൾക്കെതിരെ ദുബായ് പോലീസ് നടപടി ശക്തമാക്കി. 6000 ദിർഹത്തിന് മുകളിൽ പിഴത്തുകയെത്തിയ 30 വാഹനങ്ങളാണ് പോലീസ് അടുത്തിടെ പിടിച്ചെടുത്തത്. ദുബായ് വാഹന നിയമത്തിലെ 2023 ഡിക്രി നമ്പർ 30 പ്രകാരം ഒരു വാഹനത്തിലെ ആകെ പിഴത്തുക 6000 ദിർഹം കവിഞ്ഞാൽ അത് പിടിച്ചെടുക്കാൻ പോലീസിന് പൂർണ്ണ അധികാരമുണ്ട്. റോഡുകളിലെ അത്യാധുനിക സ്മാർട്ട് ക്യാമറകളും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡറുകളും ഉപയോഗിച്ചാണ് ഇത്തരം വാഹനങ്ങൾ കണ്ടെത്തുന്നത്. കുടിശ്ശിക തുക വലിയ ഭാരമാകാതിരിക്കാൻ 3 മുതൽ 12 മാസം വരെയുള്ള പലിശരഹിത ഗഡുക്കളായി പിഴയടയ്ക്കാനുള്ള സൗകര്യവും പോലീസ് ലഭ്യമാക്കിയിട്ടുണ്ട്. വാഹനം കണ്ടുകെട്ടുന്നതും കൂടുതൽ നിയമ നടപടികളും ഒഴിവാക്കാൻ ഉടമകൾ കൃത്യസമയത്ത് കുടിശ്ശിക അടച്ചു തീർക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയിൽ ഉയർന്ന അപകട സാധ്യതയുള്ള വ്യവസായങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പ്രവർത്തനാനുമതി ലഭിക്കുന്നതിനും ലൈസൻസ് പുതുക്കുന്നതിനും തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാക്കി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസും ഇൻഷുറൻസ് അതോറിറ്റിയും ചേർന്നാണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നത്. കെമിക്കൽ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, അപകടകരമായ മെഡിക്കൽ മാലിന്യ ശേഖരണം, തടി മൊത്തവ്യാപാരം, വെയർഹൌസുകൾ, കാർ ടയർ സംഭരണശാലകൾ, പെയിന്റ് വ്യവസായ, ഡിറ്റർജന്റ് നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങി 8 പ്രധാന മേഖലകൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ നിയമം ബാധകമാകുന്നത്. അപകടങ്ങൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനും മൂന്നാം കക്ഷിയുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കാനുമാണ് ഈ പരിഷ്കാരം. സൗദി വിഷൻ 2030 ഭാഗമായി രാജ്യത്ത് സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷവും ബിസിനസ് സ്ഥിരതയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ പദ്ധതി വരും ഘട്ടങ്ങളിൽ മറ്റ് ജനസാന്ദ്രതയേറിയ വാണിജ്യ വിനോദ മേഖലകളിലേക്കും വ്യാപിപ്പിക്കും. റാസൽ ഖൈമയിലെ വിനോദസഞ്ചാര നിക്ഷേപ മേഖലകൾക്ക് ഉണർവേകാൻ റാക്ക് അംബാസഡർ പദ്ധതിയുമായി റാസൽ ഖൈമ ചേംബർ ഓഫ് കൊമേഴ്സ്. 18 വയസ്സ് തികഞ്ഞ UAE പൗരന്മാർക്കും താമസക്കാർക്കും വിദേശത്തുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും റാസൽ ഖൈമയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ അംബാസഡർമാരാകാം. ഒക്ടോബർ 31 വരെ നീളുന്ന പ്രചാരണ കാലയളവിൽ ചേംബറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന സന്ദർശകർക്ക് കുറഞ്ഞ നിരക്കിൽ ഹോട്ടൽ താമസം, ഡെസേർട്ട് സഫാരി, പ്രമുഖ വിനോദ കേന്ദ്രങ്ങളിലെ ടിക്കറ്റ് ഇളവുകൾ, അൽമനാർ മാളിൽ പ്രത്യേക ഷോപ്പിംഗ് ഓഫറുകൾ എന്നിവ ലഭ്യമാകും. ടൂറിസ്റ്റ് വിസയിലോ വിസ ഓൺ അറൈവലിലോ UAEയിൽ എത്തുന്നതിന് മുൻപാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. 2026 ആദ്യ പകുതിയിൽ മാത്രം 6.7 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളെ സ്വീകരിച്ച് എക്കാലത്തെയും മികച്ച റെക്കോർഡ് കുറിച്ച റാസൽ ഖൈമ വിഷൻ 2030 ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് തദ്ദേശവാസികളുടെ പങ്കാളിത്തത്തോടെ ഈ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ വഴി ഉന്നതതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പരം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ഈ സംഭാഷണത്തിൽ മുൻഗണന നൽകിയത്. മധ്യപൂർവ്വ ദേശത്തെ പുതിയ പ്രതിസന്ധികളും മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളും ചർച്ചയിൽ വിഷയമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ഇരു നേതാക്കളും പിന്തുണ പ്രഖ്യാപിച്ചു. സാമ്പത്തികം, സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ ശക്തമായ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം ആഗോള പ്രതിസന്ധികളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി.
ടെലിഫോൺ തട്ടിപ്പുകളും അനാവശ്യ പ്രൊമോഷണൽ കോളുകളും തടയാൻ കർശന നിയമങ്ങളുമായി ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി. വ്യക്തിഗത പേരുകളിലുള്ള സിം കാർഡുകൾ ബിസിനസ് ആവശ്യങ്ങൾക്കോ മാർക്കറ്റിംഗ് കോളുകൾക്കോ ഉപയോഗിച്ചാൽ സേവനങ്ങൾ ഉടനടി നിർത്തിവെക്കും. പ്രൊമോഷണൽ കോളുകൾക്കും സന്ദേശങ്ങൾക്കും രാവിലെ 8 മുതൽ രാത്രി 9 വരെ മാത്രമായിരിക്കും അനുമതി. സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക പേര് കോളർ ഐ ഡിയിൽ കാണിക്കണമെന്നും മാർക്കറ്റിംഗ് SMS-കളുടെ തുടക്കത്തിൽ AD എന്ന് രേഖപ്പെടുത്തണമെന്നും നിബന്ധനയുണ്ട്. അനാവശ്യ കോളുകൾ ഉപഭോക്താക്കൾക്ക് സ്വയം ബ്ലോക്ക് ചെയ്യാനും പരാതിപ്പെടാനുമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ടെലികോം കമ്പനികൾ നിർബന്ധമായും ഒരുക്കണം. ചട്ടലംഘകർക്ക് 30,000 ഒമാനി റിയാൽ, ഏകദേശം 65 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ വരെ പിഴ ഈടാക്കും. പുതിയ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ കമ്പനികൾക്ക് 6 മാസത്തെ സാവകാശമാണ് അനുവദിച്ചിരിക്കുന്നത്. ദുബായിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്വകാര്യ സ്കൂളുകളിലെ ഫീസ് ഡിപ്പോസിറ്റ് റീഫണ്ട് നിയമങ്ങളിൽ കർശന മാർഗനിർദ്ദേശങ്ങളുമായി KHDA. പുതിയ പ്രവേശനത്തിന് വാർഷിക ഫീസിന്റെ പരമാവധി 10%, നിലവിലുള്ള വിദ്യാർത്ഥികളുടെ പുനഃരജിസ്ട്രേഷന് 5% അല്ലെങ്കിൽ പരമാവധി 500 ദിർഹം മാത്രമേ ഡിപ്പോസിറ്റായി ഈടാക്കാവൂ. ഈ തുക വിദ്യാർത്ഥിയുടെ ആദ്യ ടേം ട്യൂഷൻ ഫീസിൽ വകയിരുത്തേണ്ടതാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് കുറഞ്ഞത് 60 ദിവസം മുമ്പ് രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ ഡിപ്പോസിറ്റ് തുക പൂർണ്ണമായി തിരികെ ലഭിക്കുകയുള്ളൂ. ക്ലാസുകൾ തുടങ്ങിയ ശേഷം കുട്ടി പഠനം നിർത്തിയാൽ സ്കൂളിൽ ഹാജരായ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റീഫണ്ട് നൽകുക. കൂടാതെ ദുബായിലെ സ്കൂളുകളുടെ പ്രവർത്തന മികവും എഡ്യൂക്കേഷൻ കോസ്റ്റ് ഇൻഡെക്സും പരിഗണിച്ച് KHDA മുൻകൂട്ടി അനുവദിക്കുന്ന നിശ്ചിത ശതമാനം മാത്രമാണ് ഫീസ് വർദ്ധിപ്പിക്കാൻ സ്കൂളുകൾക്ക് അനുമതിയുള്ളത്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.